സുഹൃത്തുക്കളെ, തുടക്കം മുതൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞിരുന്നു, ഈ ഒരു ദുരന്തം നടന്ന സമയത്ത് ഇതിനിടയിൽ പോലും ആ ദുരന്തത്തിലേക്ക് അവിടെ ആരാണെന്നോ, തങ്ങളെ പാർട്ടിക്കാരാണോ, തങ്ങളെ മതക്കാരാണോ, തങ്ങളുടെ കൂട്ടക്കാരാണോ എന്നൊന്നും നോക്കാതെ ഒരുപാട് യുവാക്കൾ, ഒരുപക്ഷെ അത് രാഷ്ട്രീയ പാർട്ടിക്കാർ കൃത്യമായിട്ടും രൂപകൽപ്പന ചെയ്ത യുവാക്കൾ തന്നെയാണ്. അതിൽ ഡിവൈഎഫ്കാരുണ്ട്, യൂത്ത് ലീഗുകാരുണ്ട്, അങ്ങനെ പല ആളുകളുണ്ട്. ഇവരെല്ലാം കൈമയും മറന്ന് അവിടെ പോയിട്ട് സഹായിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ആ സഹായിക്കാത്ത ഒരു കൂട്ടം ആളുകൾ അവിടെ ഉണ്ടെന്നുള്ളതാണ്. അവിടേക്ക് ഇപ്പോഴും ആ ഒരു ദുരന്തബാധിത പ്രദേശത്തേക്ക് ഒന്ന് എത്തിനോക്ക് പോലും ചെയ്യാതെ ഇപ്പോഴും ഗവൺമെന്റിന് കിട്ടേണ്ട തുകകൾ പോലും കിട്ടാതിരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. നോക്കൂ, ഞാൻ കൃത്യമായിട്ട് പറയുന്നത് ആരെന്ന് നിങ്ങൾക്കറിയാം. ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ടിരുന്നാൽ കൃത്യമായിട്ടും നിങ്ങൾക്കത് മനസ്സിലാവും. ഒരാൾ പറയുന്നത് ആളുകളൊക്കെ ദുരന്തം ഉണ്ടായ സമയത്ത് വളരെ പെട്ടെന്ന് യൂണിഫോമുകളൊക്കെ തയ്പ്പിച്ചുണ്ടാക്കി അതിൽ അദ്ദേഹം അവഹേളിക്കുന്നത് രക്ഷാപ്രവർത്തകരെയാണ്. SYS സുന്നി യുവജന സംഘം, SKSSF അതെന്താണെന്ന് എനിക്കറിഞ്ഞൂടാ, എന്തൊക്കെയുണ്ട്. അതിലൊരു മുസ്ലിം മഞ്ഞ ഉടുപ്പിട്ടൊരു വൈറ്റ് ഗാർഡിനെ കണ്ടു. അതെ, മഞ്ഞ ഉടുപ്പിട്ട് വൈറ്റ് ഗാർഡ്, വൈറ്റ് ഉടുപ്പിട്ട് മഞ്ഞ ഗാർഡ്, ഇതൊക്കെ കുറേ എണ്ണം. ഇതുകൂടാതെ DYFI ഇവരുടെയൊക്കെ SDP കണ്ടു. ഇവരുടെ ആ ടീഷർട്ട് കണ്ടാലറിയാം ഇന്നലെ രാവിലെ ധൃതി പിടിച്ച് തയ്യൽക്കാരൻ്റെ പ്രിന്റ് പിടിച്ച് വേഗം അത് കഴിഞ്ഞിട്ട് പ്രിന്റ് ചെയ്ത് അത് വിട്ടുകൊണ്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ്. യൂണിഫോമുകളൊക്കെ തയ്ച്ചുണ്ടാക്കി വളരെ പെട്ടെന്ന് DYFI എന്നും യൂത്ത് ലീഗ് എന്നൊക്കെ എഴുതി വെച്ചിട്ട് അവിടേക്ക് സഹായിക്കാൻ പോയിരിക്കുകയാണ്. ഈ പറയുന്ന ഈ ഒരു വലിയ ശാസ്ത്രജ്ഞന്റെ, ഈ പറയുന്ന ഈ ഒരു വങ്കന്റെ ഒപ്പമുള്ള ആളുകൾ ഒരാൾ പോലും അവിടേക്ക് സഹായ ഹസ്തത്തിനായിട്ട് പോയിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അവിടേക്ക് സഹായിക്കാൻ വേണ്ടി അവിടുത്തെ കളക്ഷൻ സെന്ററിൽ നിന്നൊരു സിനിമാ നടിയും ഒപ്പം തന്നെ ഇടതുപക്ഷത്തിന് സഹയാത്രികയായിട്ടുള്ള ഒരു സിനിമാ നടിയെ അവരുടെ ഹിന്ദുത്വത്തിന്റെ ആളാണ് എന്ന രീതിയിലൊക്കെ അധികം പ്രചരിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് അവർ എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ പ്രളയകാലത്ത് വെറുതെ ഒരു വണ്ടിയിൽ ടാർപ്പായും കെട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു കളിച്ച ആളുകളാണ്. ഞങ്ങൾ എന്തൊക്കെയോ സഹായം ചെയ്യുന്നുണ്ടെന്ന് വീഡിയോയിൽ വരാൻ വേണ്ടിയിട്ട് ചുമ്മാ ഒരു ലോറി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു കളിച്ച ആൾക്കാരാണ് ഇപ്പോഴിന്ന് പറയുന്നത്, ആ ഒരു അവഹേളിക്കുന്നത്. ഈ അവഹേളനം അവിടെ വെച്ച് തീരുന്നില്ല സുഹൃത്തുക്കളെ. അവഹേളനം പോയി അങ്ങ് ഉത്തരേന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ട്. നോക്കൂ, വയനാട് ഉരുൾപൊട്ടലിന് കാരണം പശു കശാപ്പ്. അത്ഭുതത്തോടെ നോക്കിക്കാണേണ്ട ഒരു വാക്കാണ്. വയനാട് ഉരുൾപൊട്ടലിന് ശേഷം പശു കശാപ്പ്. ഗോഹത്യ നിർത്തിയില്ലെങ്കിൽ ദുരന്തം ആവർത്തിക്കും. വിഷം തുപ്പി BJP നേതാവ് ഗ്യാൻദേവ് അഹൂജ എന്നൊരു മനുഷ്യനാണ് ഇപ്പോൾ അതങ്ങനെ പറഞ്ഞിരിക്കുന്നത്. വിഷം തുപ്പൽ തന്നെയാണ് സുഹൃത്തുക്കളെ. എന്ന് വെച്ച് കഴിഞ്ഞാല് കേരളത്തില് ഗോ മാതാവിനെ ദ്രോഹിക്കുന്നു, അല്ലെങ്കിൽ അതിനെ അറുത്ത് കശാപ്പാക്കി തിന്നുന്നു, അല്ലെങ്കിൽ ബീഫ് കഴിക്കുന്നു. ഈ ഒരു കാരണം കൊണ്ടാണ് അത്രേ നമ്മുടെ വയനാട്ടില് ആ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ കഴിക്കുന്ന എത്ര പേരുടെ നാട്ടിൽ അങ്ങനെ ഉരുൾപൊട്ടൽ ഉണ്ടാവണം? ഇവരിങ്ങനെ ഇത്തരത്തിലുള്ള നശിപ്പ് വർത്തമാനങ്ങൾ കൃത്യമായിട്ടും പറയുന്നുള്ളതാണ്. ഇത് കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഒരാൾ മാത്രമായിട്ട് അവസാനിക്കുകയാണെങ്കിൽ അതൊരു രസമുണ്ട്. കഴിഞ്ഞിട്ടില്ല. പറയുന്നത് വയനാട്ടിൽ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് പാർട്ടി നിർമ്മിത ദുരന്തമാണ് അവിടെ സംഭവിച്ചത്. BJP MP തേജസ്വി സൂര്യയുടെ വാക്കുകളാണ്. വയനാട്ടിലേത് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് പാർട്ടികൾ ഉണ്ടാക്കിയ ദുരന്തം എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അവർ മാത്രം ഗംഭീര ദുരന്തങ്ങളായിട്ട് മാറുന്ന കാഴ്ചയാണ്. ഇപ്പോൾ അവരാരെയാണ് കുറ്റം പറയുന്നത്? അവരതാ കൈമെയ് മറന്ന് ആ ഒരു പ്രദേശത്ത് സഹായ ഹസ്തവുമായിട്ടുണ്ട്. ഈ പറയുന്ന ആളുകൾ ഒരാൾ പോലും അവിടെ ഇല്ലെന്ന് മനസ്സിലാക്കണം. എന്റെ സുഹൃത്തുക്കളെ, എന്റെ പ്രിയപ്പെട്ട കാഴ്ച ഇപ്പോഴെങ്കിലും ആലോചിക്കണം. ഒരു ദുരന്തം വരുന്ന സമയത്ത്, നമുക്കൊരു അപകടം വരുന്ന സമയത്ത്, നമ്മുടെ വീട്ടിലേക്ക് അപകടങ്ങൾ കയറി വരുന്ന സമയത്ത് നമ്മുടെ ഒപ്പം ആരാണുള്ളത് എന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലാക്കണം. ആ ഒരു ദുരന്തം കയറിയ സമയത്ത് അവിടേക്ക് DYFIയും യൂത്ത് ലീഗുമായിട്ടുള്ള കൈമയും മറന്ന് ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോസുകൾ കാണാം. ഒരു DYF പ്രവർത്തകന്റെ കാല് അപകടം പറ്റിയ സമയത്ത് ഒരു യൂത്ത് ലീഗുകാരനാണ് അത് നേരാക്കി കൊടുക്കുന്നത്, ശുശ്രൂഷിക്കുന്നത്. അവിടെ അപ്പുറത്തവൻ വേറെ പാർട്ടിക്കാരാണെന്നോ, അവർ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞിരിക്കാം, ഓരോ പാർട്ടിയെയും പ്രതിനിധാനം ചെയ്യാനുള്ള വസ്ത്രങ്ങളൊക്കെ അവർ അണിഞ്ഞിരിക്കാം, ടീഷർട്ടുകളൊക്കെ അവർ അണിഞ്ഞിരിക്കാം. പക്ഷേ അതിന്റെ പേരിലല്ല അവരുടെ പ്രവർത്തിക്കുന്നത്, മനുഷ്യത്വത്തിന്റെ പേരിലാണ്. അല്ലെങ്കിൽ അവരെന്നോ ഇവരെ പോലെ ഇരുന്ന് കുറ്റം പറയുന്ന ആളുകളായിട്ട് മാറേണ്ടിയിരുന്നു. പക്ഷെ അവരെ ചെയ്യുന്നില്ല എന്നിടത്തോളം കാലം നമുക്ക് അവരെ മനുഷ്യരായിട്ട് കണക്കാക്കാം, അവരെ നമ്മളോടൊപ്പം ഉണ്ടെന്ന് കണക്കാക്കാം. ഇനിയെങ്കിലും മനസ്സിലാക്കണം, കണ്ണു തുറക്കണം. ഈ ഒരു ദുരന്ത സമയത്ത് നമ്മളോടൊപ്പം ആരുണ്ട് എന്ന് നോക്കണം. അവരോടൊപ്പം ഇനിയെങ്കിലും നിൽക്കാനുള്ള ഒരു കരുത്ത് തൃശ്ശൂർ പോലുള്ള ആ ഒരു പ്രദേശത്തെ ആളുകളൊക്കെ മനസ്സിലാക്കിയാൽ നന്നായിരിക്കുമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ.